എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കടുമാങ്ങയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉപ്പിലിട്ട് ഇടാമെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വൃത്തിയാക്കി വെച്ച മാങ്ങ ഞെട്ടിയോട് കൂടിയ നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുടച്ച് ഒട്ടും വെള്ളമില്ലാണ്ട് ഈ കുപ്പിയിൽ നമ്മൾ ഒരു ലെയർ ഉപ്പ്, പിന്നെ മാങ്ങ, പിന്നെ ഉപ്പ് ഇങ്ങനെ പരത്തി നമ്മളിതിൽ നിറയ്ക്കണം. ഓരോ ലെയർ ഉപ്പും മാങ്ങയായിട്ട് നമ്മളിതിൽ കുപ്പിയിൽ നിറച്ച് എടുത്തു വയ്ക്കാൻ പോകും. നമ്മളിങ്ങനെ ഇതുപോലെ ഒരു ലെയർ മാങ്ങയും ഉപ്പുമായിട്ട് നമ്മൾ അടച്ചു വെക്കണം. ഇത് 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും അടച്ചു വെക്കണം. ഈ കടുമാങ്ങയുടെ ഈ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പച്ച മാങ്ങ, നല്ല കണ്ണി മാങ്ങ കിട്ടിയപ്പോൾ അത് വാങ്ങി നല്ലോണം കഴുകി ഉപ്പിലിട്ട് വെച്ചതാണ്. മാങ്ങ നല്ലോണം തുടച്ച് ഒട്ടും വെള്ളമില്ലാണ്ട് ഉപ്പ് മാത്രം ഇട്ട് വെച്ചപ്പോൾ ദേ വെള്ളം നിറച്ച് വെള്ളമാണ്. ഇതിൻ്റെ ഈ മാങ്ങയുടെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്രയും വെള്ളം. അപ്പോൾ വെള്ളം നമുക്ക് ഇതിന്ന് ഒരു 10 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിൽ ഉപ്പിട്ട് വെച്ചിട്ട് അപ്പോൾ ഇതുകൊണ്ട് നല്ലോണം ചുങ്ങി നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര ഉപ്പ് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉപ്പിടണം. അപ്പം നമുക്കത് അലിയില്ല. ഇതാണ് കടുമാങ്ങയുടെ പാകം. അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ മാങ്ങ ഇതാണ്. കുറച്ച് വലുപ്പമുണ്ട്. എന്നിരുന്നാലും നമുക്ക് കടുമാങ്ങയ്ക്ക് പറ്റിയ മാങ്ങ ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയപ്പോൾ അത് ഉപ്പിട്ട് വെച്ചതാണ്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. അലിഞ്ഞു പോവില്ല മാങ്ങ. ഇത് നമ്മൾ ഇനി കടുമാങ്ങ ഇട്ട് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ ഇതിന്ന് വന്ന വെള്ളമാണ് ഇത്രയും വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മാങ്ങ ഊറ്റിയെടുക്കുക വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് വേണ്ടത് പച്ചക്കടുക് അരയ്ക്കണം. നമുക്ക് അരച്ച് ചേർത്താൽ കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും. അപ്പോൾ പച്ചക്കടുക് ഒരു 50 ഗ്രാം പച്ചക്കടുക്, 1 കിലോ മാങ്ങയാണിത് ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചേക്കണത്. അതിനുള്ള ഒരു 50 ഗ്രാം കടുക്, ഒരു 8 സ്പൂൺ, നമ്മുടെ ചെറിയ സ്പൂൺ കൊണ്ട് ഒരു 5-8 സ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് അത് കൂടും കുറയൊക്കെ ചെയ്യാം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറച്ച് കൂട്ടിയിട്ട് കളറിന് ചേർക്കാം. അപ്പോൾ ഞാൻ സാധാരണ മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 8 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായം പൊടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആദ്യം കടുക് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് ഇതിപ്പോൾ ഒരു 1/4 ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് പൊടിച്ചത് വിത്തായിട്ട് കിടക്കണം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പകുതിയിലും കൂടുതൽ നമ്മൾ കുറച്ച് ഉപ്പുവെള്ളം, ഇതിന്ന് ഉപ്പുവെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ കൂട്ടാനുള്ള ഉപ്പുവെള്ളം ചേർത്ത് ഒന്ന് അരയ്ക്കണം. അപ്പോൾ കൊഴുപ്പ് കൂടുതൽ കിട്ടും. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ട്രിക്കാണ്. അമ്മ എല്ലാ കൊല്ലവും കടുമാങ്ങ ഇടുന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഞാൻ ഇവിടെ പ്രയോഗിക്കണത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് അരച്ചുണ്ട്. ഈ അരച്ചതും മുളക് പൊടിയും സ്വല്പം കായവും ചേർത്തിട്ട് നമുക്ക് ഇത് എല്ലാം മാങ്ങയിലേക്ക് ഒന്ന് പിടിക്കണ മാതിരി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരച്ചതും പിന്നെ നമുക്ക് മുളക് പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചതച്ച് വെച്ച കടുക്, പിന്നെ സ്വല്പം കായം, ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് മാങ്ങ ഇട്ട്, പിന്നെ ആ ഉപ്പുവെള്ളമാണ് നമ്മളിതിൽ ചേർക്കണുള്ളൂ കേട്ടോ. നമ്മൾ ജാറ് പോലും നമ്മൾ കടുക് അരച്ച ജാറും കൂടി നമ്മൾ ആ ഉപ്പുവെള്ളം കൊണ്ടാണ് എടുക്കുന്നത്. അത് വേറെ നമ്മൾ അഡീഷണൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി മാങ്ങയിൽ ഉപ്പ് ഈ വെള്ളമുള്ള കാരണം ആ വെള്ളം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ജാറ് ഉപ്പുവെള്ളം കൊണ്ട് കഴുകിയെടുക്കുകയാണ്. കടുകിൻ്റെ എല്ലാ അംശം പോരാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കണില്ല, എണ്ണയുടെ ആവശ്യമില്ല. ഇപ്പം എല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കുറേശ്ശെ ഇട്ട് കൊടുത്ത്
ആ മാങ്ങയിൽ പിടിക്കുന്ന മാതിരി എല്ലാം ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ ഉപ്പുവെള്ളം ദേ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത്. അപ്പം നമുക്ക് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കണം. ഈ ഉപ്പുവെള്ളം യൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല ഞെട്ടിയോട് കൂടിയിട്ടുള്ള മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതോടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഞെട്ടി കളഞ്ഞിട്ടില്ല. ഇത് കുറച്ച് നീളം കൂടിപ്പോയി. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ടിടാം. ഇത്ര നീളം വേണ്ട. ഇല്ലേ, നല്ല ഞെട്ടിയോടെ തന്നെയുള്ള മാങ്ങകളാണൊക്കെ കൂടുതലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് മാങ്ങയായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലത്തെ മാങ്ങകളാണ് നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ എപ്പോഴും നമുക്ക് അവൈലബിൾ അല്ലേ. ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തതാണ് ചെറിയ ചെറിയ മാങ്ങ നോക്കിയിട്ട്. ഇപ്പോൾ എന്തായാലും കുറച്ച് വലിയ മാങ്ങയുണ്ട്, പിന്നെ പാകത്തിനുള്ള കണ്ടോ ചെറിയ ചെറിയ മാങ്ങകളും ഉണ്ട്. എന്നാലും ഓക്കെ കണ്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ UP-യിൽ വന്ന് വാങ്ങിയതാണ്. കേരളത്തിൽ മാങ്ങയുടെ സീസൺ ഏകദേശം കഴിഞ്ഞുവല്ലോ. പഴുത്ത മാങ്ങയൊക്കെ കഴിഞ്ഞു, മഴക്കാലം തുടങ്ങി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പച്ചമാങ്ങയുടെ സീസണാണ്. ഇപ്പോൾ അണ്ടി ഉറക്കാത്ത മാങ്ങയാണ് ശരിക്കും പറയാച്ചാൽ. അപ്പം നമുക്ക് കണ്ണിമാങ്ങ പാകത്തിൽ വന്ന ഉടനെ തന്നെ അത് കിട്ടി. അപ്പോൾ എന്തായാലും ഇവിടെ വാങ്ങി ഉപ്പിലിട്ടിപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെ ഇപ്പം ഇങ്ങനെ കട്ടിയായിട്ടിലിരിക്കുന്നത്, അപ്പം നമുക്ക് കുറേശ്ശെ ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന്. നമുക്ക് ആ കൊഴുപ്പ് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ച് ചേർക്കണത്. പിന്നെ ചില മുളക് പൊടിക്ക് ഉണ്ടാവും നല്ല കൊഴുപ്പുള്ളതുണ്ടാവും. അപ്പോൾ ഓരോ മുളക് പൊടി ഓരോ തരത്തിലായിരിക്കും. മാക്സിമം ഈ മാങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ കഴിഞ്ഞു. അതായത് ഇപ്പോൾ മാങ്ങ ചുങ്ങിയതിൻ്റെ അർത്ഥം ഈ മാങ്ങയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്നു എന്നാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാതെ എങ്ങനെ ഇരിക്കണമെന്ന്. എല്ലാം പാകമാണോ, ഉപ്പ്, കായം, അതുമാതിരി കായം കുറച്ചേ വേണ്ടു നമുക്ക്. കടുകാണ് നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദഗ്ഗി മിർച്ചുണ്ട്. അതിവിടെ നോർത്തിൽ കിട്ടുന്ന ഒരു മുളക് പൊടിയാണ്. അത് നല്ല തോല് കട്ടിയുള്ളൊരു മുളകാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൊഴുപ്പ് കൂടും. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്യാണ്. കളറും കിട്ടും, പിന്നെ കൊഴുപ്പും കൂടുതലുണ്ടാവും. നമുക്ക് കുറച്ച് കൊഴുപ്പോടെ വേണമല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ മുളക് പൊടി തന്നെ ഇട്ടാൽ എരിവ് കൂടും. അപ്പോൾ നമ്മളത് എരിവ് അധികം വേണ്ടാത്തവർക്ക് നമുക്ക് കളറും ആവാം, കൊഴുപ്പും കിട്ടും. അപ്പോൾ നമ്മളിതും മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ ഇനി വെള്ളം അതിൽ വരില്ല, മാങ്ങ മുങ്ങി കിടക്കണം. പിന്നെ ഈ മുളക് അതിൽ പിടിക്കാൻ ടൈം എടുക്കും. അപ്പം നമ്മളിപ്പം നോക്കി കഴിഞ്ഞാൽ എരിവ് കുറച്ച് കൂടി നിൽക്കും. പിന്നെ ആ മാങ്ങയിൽ ഉപ്പൊക്കെ ഉപ്പല്ല, മുളകൊക്കെ പിടിച്ച് കടുകും എല്ലാ ഇതും ഒന്ന് പിടിച്ച് വരണമെങ്കിൽ സമയം എടുക്കുമല്ലോ. അപ്പം നമുക്ക് ഈ വെള്ളം ഒഴിച്ച് പാകത്തിനാക്കി നമ്മളൊരു ഭരണിയിൽ ഇട്ട് വെച്ചാൽ വയക്കട്ടി വെക്കണം. പിന്നെ ഇത് പ്രിസർവേറ്റീവാണ്. കടുക് അതുമാതിരി ഉപ്പ്, ഈ രണ്ടും പ്രിസർവേറ്റീവാണ്. അതുകൊണ്ട് അത് കേട് വരില്ല. നമുക്കൊരു മാസം 2 മാസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാതിരിക്കും നല്ലത്. അപ്പോഴേ ഇതെല്ലാം പിടിക്കുള്ളൂ ശരിക്ക്. ഈ മുളകൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് വരുന്ന സമയമെടുക്കും. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതുപോലെ വയക്കട്ടി നല്ല ഭംഗിയാക്കി അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം. കേട് വരാതിരിക്കാനുള്ള ഒരു ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. എണ്ണയോ പ്രിസർവേറ്റീവോ വേറെ ചേർക്കുന്നില്ല.
അപ്പോൾ ഈ വെള്ളം മുഴുവൻ നമുക്കിതിൽ ഒഴിച്ച അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല അലിയാത്ത കടുമാങ്ങ തന്നെ നമുക്ക് കിട്ടും. നല്ല കട്ടിയായിട്ടുള്ള കടുമാങ്ങ. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കാണാം അതിങ്ങനെ അലിഞ്ഞിരിക്കും മാങ്ങയൊക്കെ. ശരിക്കും ഉപ്പൊന്നും പിടിക്കാത്ത കൊണ്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടോ ആയിരിക്കാം. അപ്പോൾ നമ്മളത് മാക്സിമം സമയം കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം പോകുന്നു, മാങ്ങ ചുങ്ങി അതിന് ടൈം കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പം അതുകൊണ്ട് ഉണ്ടല്ലേ നല്ല കൊഴുപ്പുണ്ട്, അത്യാവശ്യം വെള്ളത്തിന് നല്ല കൊഴുപ്പും ഉണ്ട്. അപ്പം ഇനി നമുക്കത് ഭരണിയിലേക്കാക്കി അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് നല്ലൊരു വൃത്തിയുള്ള ഭരണി, വെള്ളമൊന്നും നനവില്ലാത്തൊരു ഭരണിയിൽ നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതിലിരുന്ന് പാകമായിക്കോളും. ഇതിപ്പോൾ എത്ര ദിവസമൊക്കെ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു മോനുണ്ട്, അത് കൊണ്ടുവന്ന് മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഉപ്പിലിട്ടപ്പോൾ തൊട്ട് തിന്നാൻ തുടങ്ങിയതാണ്. ഞാൻ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം തന്നെ ഉപ്പിലിട്ട മാങ്ങ 2-3 ആൾ കഴിച്ചു. കടുമാങ്ങയുടെ പ്രായത്തിൽ ഇനി കിട്ടില്ലോ വെച്ച് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാതിരിക്കുകയായിരുന്നു. നീ കടുമാങ്ങ ഉണ്ടാക്കിയാലും പറഞ്ഞ മാതിരി പെട്ടെന്ന് തീരണൊരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലെ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഒളിപ്പിച്ച് കൊണ്ട് വെക്കേണ്ടിയിരുന്നാണ് തോന്നണത്. അപ്പം നമ്മുടെ കടുമാങ്ങ ഇവിടെ ഭരണിയിലാക്കി വെച്ചു. ഇനി അതവിടെ അടച്ചു വയ്ക്കാം നമുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.